US പടക്കപ്പലുകൾ ചുറ്റും വളഞ്ഞെത്തുമ്പോഴും കുലുങ്ങാത്ത അവസ്ഥയിലാണ് ഇറാൻ. ആണവ വിഷയങ്ങളിൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകളെ അവർ തള്ളുകയാണ് ചെയ്യുന്നത്. ഇതിനിടെ US സൈനിക മേധാവിയും യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന് എതിരാണ് എന്നാണ് പുറത്തുവന്ന വാർത്തകൾ. ഈ വാർത്തകൾ തള്ളി വൈറ്റ് ഹൌസ് രംഗത്ത് വന്നു. ഇറാനെതിരായ സൈനിക നടപടിക്കെതിരെ ഉന്നത സൈനിക മേധാവി രംഗത്തെത്തിയെന്ന റിപ്പോർട്ടുകളെ തള്ളിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത്തരം വാർത്തകൾ പൂർണ്ണമായും തെറ്റാണെന്നും ഭരണകൂടത്തിൽ ഭിന്നതയില്ലെന്നും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ ഇറാനെതിരായ സൈനിക നീക്കങ്ങളെ എതിർത്തതായി വ്യാജ വാർത്താ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. ഇത്തരം പ്രചരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനുമായുള്ള വിഷയത്തിൽ ജനറൽ കെയ്ൻ കൂടുതൽ കരുതലോടെയാണ് സംസാരിക്കുന്നതെന്ന തരത്തിൽ നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. യുക്രൈനിലേക്കും ഇസ്രായേലിലേക്കുമുള്ള US സഹായം കാരണം ആയുധ ശേഖരത്തിലുണ്ടായ കുറവും സൈനിക നഷ്ടം സംബന്ധിച്ച ആശങ്കകളും പെന്റഗൺ ഉദ്യോഗസ്ഥർ പങ്കുവച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ട്രംപ് ജനറൽ കെയ്ൻ തന്റെ ഭരണകൂടത്തിന്റെ നിലപാടിനൊപ്പമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇറാനെതിരെ സൈനിക നടപടി ആവശ്യമായി വന്നാൽ അത് എളുപ്പത്തിൽ വിജയിക്കുമെന്നതാണ് കെയ്ന്റെ അഭിപ്രായമെന്നും ട്രംപ് വ്യക്തമാക്കി. ജനറൽ കെയ്ന് ഒരൊറ്റ കാര്യമേ അറിയൂ, അത് ജയിക്കാൻ മാത്രമാണ്. നിർദ്ദേശം ലഭിച്ചാൽ അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കും, ട്രംപ് പറഞ്ഞു. അന്തിമ തീരുമാനം തന്റേതാണെന്ന് വ്യക്തമാക്കിയ പ്രസിഡന്റ് സമാധാനപരമായ ഒരു ഒത്തുതീർപ്പാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ അതിന് തയ്യാറായില്ലെങ്കിൽ ഇറാൻ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഇറാനുമായുള്ള സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിൽ ലെബനിലെ US എംബസിയിൽ നിന്ന് അടിയന്തര സേവന വിഭാഗത്തിലെ ജീവനക്കാരെയും കുടുംബാംഗങ്ങളെയും ഒഴിപ്പിക്കാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം US ആക്രമണ ഭീഷണി നിലനിൽക്കെ എല്ലാ ഇന്ത്യൻ പൗരന്മാരും ഇറാൻ വിടണമെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. ജനുവരിയിൽ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ തുടർച്ചയായിട്ടാണ് നിർദ്ദേശം. ഇറാനിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, വ്യാപാരികൾ, വിനോദസഞ്ചാരികൾ തുടങ്ങിയവർ ലഭ്യമായ മാർഗങ്ങൾ ഉപയോഗിച്ച് രാജ്യം വിടണമെന്ന് അറിയിച്ചു. വാണിജ്യ വിമാനങ്ങൾ ഉൾപ്പെടെ നിലവിലെ ഗതാഗത സൗകര്യങ്ങൾ പൗരന്മാർ ഉപയോഗപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇറാനെതിരെ USന്റെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടായേക്കാമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈയൊരു നീക്കം. അതേസമയം USന്റെ യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഏത് നിമിഷവും ഒരു യുദ്ധത്തിനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. എല്ലാ ഇന്ത്യക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്നും പ്രതിഷേധങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് പോകരുതെന്നുമുള്ള ജനുവരിയിലെ മുന്നറിയിപ്പ് എംബസി ആവർത്തിച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ്. എംബസിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തണമെന്നും പ്രാദേശിക മാധ്യമങ്ങൾ നിരീക്ഷിക്കണമെന്നും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാണിച്ചു. പാസ്പോർട്ട്, തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയ കുടിയേറ്റ രേഖകൾ പൗരന്മാർ കയ്യിൽ വെക്കണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധത്തിൽ സുപ്രീം കോടതി പ്രഹരമേൽപ്പിച്ചതിനു പിന്നാലെയാണ് സംഭവ വികാസങ്ങൾ. USഉം ഇറാനും തമ്മിൽ ആണവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയുടെ അടുത്ത ഘട്ടം വ്യാഴാഴ്ചയാണ്. അതേസമയം അത്യാധുനിക യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ തുടങ്ങിയ സന്നാഹങ്ങൾ വിന്യസിച്ച് പശ്ചിമേഷ്യയിൽ US തങ്ങളുടെ സൈനിക ശേഷി ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്.